ശ്രീമതി ബിന്ദു, അങ്ങനെ ഇത് അത്തരത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കാനുള്ള സമരമാണോ? അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സഖാവ് ഗോപിനാഥൻ്റെ ഒരു സംഘടനയാണല്ലോ അഖിലേന്ത്യ തലത്തിലുള്ള CITU. അവർക്ക് ഈ സ്കീം വർക്കേഴ്സിൻ്റെ സംഘടനയുണ്ട്. അതിൻ്റെ നേതാവ് ഒരു സ്ത്രീയാണ്, സിന്ധു എന്നാണ് അവരുടെ പേര്. അവർ നടത്തിയ ഒരു സമരം 60 ദിവസം ഹരിയാനയിൽ പണിമുടക്ക് സമരം നടന്നു, ഇതേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് കൊടുക്കണമെന്ന്, ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും നമ്മൾ സമരം നടത്തുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ നടത്തണമെന്ന് പറയുകയും ചെയ്യുന്ന ഇത് ഇരട്ടത്താപ്പാണ്. പിന്നെ ഇവിടെ വന്നിരുന്ന ഒരു ആശാവർക്കറും ഇവിടെ ആരെങ്കിലും മന്ത്രി രാജിവെക്കണമെന്നോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ ഈ സർക്കാരിനെ അട്ടിമറിക്കണമെന്നോ എന്നുള്ള യാതൊരു ഉദ്ദേശത്തോടെയും വന്നതല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാത്ത ഏറ്റവും പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളുമായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് അംഗീകരിച്ച് നൽകാത്തതിന് മുന്നിൽ, ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാത്തതിന് മുന്നിൽ സർക്കാരിന് മേലുള്ള പ്രഷർ എന്താണെന്നുള്ളത് ഈ സഖാവ് TN ഗോപിനാഥൻ ഇന്നലെ വേറൊരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതാണ്. ഞങ്ങളെപ്പോലുള്ള വലിയ അംഗബലമുള്ള സംഘടനകൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു സമരം നടത്തി ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഞങ്ങളെ പെരുവഴി കളഞ്ഞിട്ട് പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്നാണ് അദ്ദേഹം, അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞു പോയി അദ്ദേഹം. പിന്നീട് അദ്ദേഹം നിഷേധിച്ചു. പക്ഷേ അത് ലോകത്തെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം ഒരു പ്രഷറാണോ സംസ്ഥാന സർക്കാരിൻ്റെ മേലുള്ളതെന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാം. മൂപ്പിളമ തർക്കത്തിന്റെ അപ്പുറത്ത് ഇവിടെ കോസ് ഉണ്ട്, അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്.